അന്തർദേശീയ ദേശീയ തലത്തിൽ നിരവധി മെഡൽ നേടിയ കോട്ടയത്തിന്റെ സന്തോഷ് ഇന്നലെ രാത്രി 1 മണിയോടെയാണ് കരൾ രോഗം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരിക്കണേന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെന്നൈയിൽ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, എൻ്റെ വാർത്തയും ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ നൽകുന്ന. കേരള യൂണിവേഴ്സിറ്റിയിൽ 1500 മീറ്ററിൽ 2099 1500 മീറ്റിൽ റെക്കോർഡോട് സ്വർണം നേടി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. അതിനു മുമ്പേ നടന്ന റെക്കോർഡ് കടന്ന കേരള പോലീസിൻ്റെ ജോമോൻ്റെ റെക്കോർഡ് 4-1 കടന്ന റെക്കോർഡാണ്. 3:58 ഓടി യൂണിവേഴ്സിറ്റിയിൽ സന്തോഷ് റെക്കോർഡ് ഇട്ടെന്ന് നമുക്ക് പറയാം. കോട്ടയത്തിൻ്റെ സന്തോഷ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞെന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഈ രോഗം ബാധിച്ച് മെനിഞ്ഞാന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലെത്തുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സന്തോഷിൻ്റെ അന്ത്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം, പറയാൻ സാധിക്കുന്നു. 46 വയസ്സായതേ ഉള്ളൂ എന്നിനി പറയാൻ സാധിക്കുന്നു. ഒരുപാട് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് മത്സരങ്ങൾ മത്സരിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അമച്ചർ ഡിസ്ട്രിക്റ്റിൽ 3 ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തിരുവനന്തപുരം ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ഇവർ 3 പേരാണ് ആർട്സ് കോളേജിൽ പഠിച്ചത്. വിനോദ് കേരള സ്പോർട്സ് കൗൺസിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സജീബ് CRPയിലാണ് ജോലി ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവരെ കോച്ച് എന്ന് പറയുന്ന സോമൻ സാറാണ് കോച്ചായിരുന്നു എന്ന് പറയാം. ജോമോൻ്റെ കോച്ചും സോമൻ സാറായിരുന്നു. 4-1 ചെയ്യുന്നപ്പോൾ ജോമോൻ പഠിച്ചത് ധനുച്ചൂരം PTM NSS കോളേജിലാണ്. ആ റെക്കോർഡാണ് സന്തോഷ് എടുത്ത് മാറ്റിയിട്ട് സന്തോഷിൻ്റെ പേരിലാണ് ആ റെക്കോർഡ് കുറിച്ചതെന്ന് പറയാം. 99 സന്തോഷ് റെക്കോർഡ് കുറിക്കുന്ന 1500 മീറ്ററിൽ പുതിയ ഒരു റെക്കോർഡ് കുറിച്ചതിന് ശേഷമാണ് ചെന്നൈ റെയിൽവേയിലേക്ക് ജോലിക്ക് വിളിക്കുന്നത്. അവിടെ പോകുന്നു. അതിനുശേഷം ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ പ്രാക്ടീസ് ഒന്നും വലുതായിട്ട് ചെയ്യില്ലായിരുന്നു. പിന്നെ ഇപ്പോഴ് കരൾ രോഗം ബാധിച്ചാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യമെന്ന് പറയാം. നാളെ ഉച്ചയോടെ തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. അടക്കത്തിന് കൊണ്ടുവരുമെന്ന് തന്നെ പറയാം. പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കത്തോലിക്കൻ പള്ളിയിലേക്ക് കൊണ്ടുപോയി വെച്ചിരുന്നതിന് ശേഷമാണ് നാളെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നു. നാട്ടുകാർ ഒരു നോക്ക് കാണാൻ വന്ന് കാത്തിരിക്കുന്ന കോട്ടയത്തിൻ്റെ അഭിമാന താരമായിരുന്ന ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ നിരവധി മെഡൽ നേടിയ താരത്തിന് ഒരു നോക്ക് കാണാൻ അവസാനം കോട്ടയം കാത്തിരിക്കുന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കണ്ണീരോടെ കാത്തിരിക്കുന്ന സമയമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എൻ്റെ ജൂനിയർ ആയിരുന്നു എന്ന് തന്നെ സന്തോഷം എന്ന് നമുക്ക് പറയാം. ഞാനും തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ സന്തോഷ് അവിടെ ജൂനിയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ PT ഉഷ ഹോസ്റ്റലിലാണ് ഇവർ 3 പേരും പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരം ഹോസ്റ്റലാണ്, ആർട്സ് കോളേജിലാണ് പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരെ ജീവിത ചരിത്രത്തിൽ സന്തോഷ്, വിനോദ്, സജീബ് ഇവർ 3 പേരും ഒരു കൂട്ടുകാരായിരുന്നു. അതിൽ 2 പേരേ ഉള്ളൂ, സജീബും വിനോദും മാത്രമേ ഉള്ളൂ. ദുഃഖമായ ഒരു ഇതാണ് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അത് പറയാൻ പറ്റുന്നില്ല. ആ റെക്കോർഡുകൾ പല റെക്കോർഡുകളുടെ ഉടമയാണ് നമ്മളെ വിട്ടുനിന്ന് പിരിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദുഃഖ വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പറയുന്നത്. എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ആ സമൂഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നല്ല ഒരു ടൈം ചെയ്യുന്ന സന്തോഷമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സന്തോഷ് ഏത് ഐറ്റത്തിന് ഇറങ്ങിയാലും സോമൻ സാറിൻ്റെ കൂടി വർക്ക് ചെയ്ത് നല്ല ഫോം ചെയ്ത സന്തോഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ റെയിൽവേയിൽ ജോലിക്ക് പോയതിനു ശേഷം നമ്മൾ മുട്ടിയില്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ചെറുതിലെ സ്കൂളിൽ നിന്ന് പരിശീലനത്തിൽ കോട്ടയത്ത് നിന്ന് ഫസ്റ്റ് വരുന്നു. അതിനുശേഷം ഹോസ്റ്റലിലേക്ക് വരുന്നു. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നു, ആർട്സ് കോളേജ് പഠിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം പോകുന്നു. 2000 ജോലി കിട്ടുന്നു. 2001 എപ്പോഴും റെയിൽവേ ജോലി കിട്ടുന്നു. അതിനുശേഷം ഇവിടെ നാട് വിട്ട് ചെന്നൈയിലേക്ക് പോകുന്നു. അതിനുശേഷം ചെന്നൈയിൽ നിന്ന് 5 കൊല്ലം മത്സരങ്ങൾക്ക് ഇറങ്ങുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 46 വയസ്സിലാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ കരൾ രോഗമാറ്റി പോയി. അച്ഛന് സുഖമില്ലാതെ അത് നോക്കാൻ പയ്യൻ്റെ ഇതിലാണ് രോഗം മൂർച്ചയെന്ന് പറയുന്നു. അതിനുശേഷമാണ് മരിച്ചു കഴിഞ്ഞെന്ന് ഇന്നലെ വെളുപ്പാങ്കാലം 1 മണിയോടെയാണ് മരിച്ചു കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദുഃഖമായ ഒരു വാർത്ത. നാട്ടിലെല്ലാവരും കാത്തിരിക്കുന്നെന്ന് തന്നെ പറയാം. ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ കായിക താരത്തിന് ഒരു നോക്ക് അവസാനം വേണ്ടി കാണാൻ വേണ്ടി കോട്ടയം മത്സരത്തിൻ്റെ ഒരു കൂമ്പാര സ്ഥലമാണെന്ന് പറയാം. എല്ലാ മത്സരത്തിനും നല്ല
പ്രോത്സാഹനം കൊടുക്കുന്ന സ്ഥലമാണ് ഉമ്മൻചാണ്ടിയുടെ കോട്ടയം പാല ആ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ മത്സരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കായിക മത്സരത്തിന് നല്ല പ്രോത്സാഹനം കൊടുക്കുന്ന സ്ഥലത്തുള്ള സന്തോഷമാണ് നമ്മളെ വിട്ടുനിന്ന് പിരിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ സീനിയറാണ്, അവൻ ജൂനിയറാണ്. എൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ 46 വയസ്സേ ഉള്ളൂ എന്ന് തന്നെ പറയാം. അത്തരം ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാലഘട്ടത്ത് ഒരു നല്ല ടൈം ചെയ്തതായിരുന്നു. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയിലാണ്, തിരുവനന്തപുരത്താണ് പഠിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരം ഏറ്റവും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ച. 3 കൊല്ലം ഹോസ്റ്റലിൽ പഠിച്ചിരുന്നെന്ന് തന്നെ പറയാം. അതിനുശേഷമാണ് ജോലി കിട്ടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിനോദാണ് ഏറ്റവും കൂട്ടുകാരനെന്നറിയാം. കേരള സ്പോർട്സ് കൗൺസിലാണ് വിനോദ് ജോലി ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ രണ്ടും ഒരേ കൂട്ടാണ്. പിന്നെ സജീവ് CRPയിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. സോമൻ സാറായിരുന്നു കോച്ചായിരുന്നു. സോമൻ സാറിൻ്റെ കോച്ച് ചെയ്യുന്ന എല്ലാവരും നാഷണൽ പ്രൈസ് വരുമെന്ന് നമുക്ക് പറയാം. കൗതുകമായിട്ടുള്ള ഇതാണ്. മത്സരങ്ങൾക്ക് നിന്നും വലിയ പ്രോത്സാഹനം കായിക മത്സരത്തിന് കൊടുക്കുന്നില്ലെന്ന് നമുക്ക് പറയാം. കലാ മത്സരത്തിന് പോലെ കൊടുക്കുന്നില്ല. ഈ റെക്കോർഡുകൾ ഇട്ടിട്ട് പോലും ഒരു TV പോലും കാണിച്ചിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും റെക്കോർഡ് വന്ന ഒരു ബോളറാണ് സന്തോഷ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന പ്രേക്ഷകരെ മുന്നിൽ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇത് ഷെയർ ചെയ്യണമെന്നുകൊണ്ട് പറയാം. എത്താനുള്ളിടത്ത് എത്തണമെന്നാണ് പറയാനുള്ളത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തൊണ്ടൂർത്ത് നിന്നും ബാഹുലയൻ.